നെരിമംഗലത്ത് ട്രേഡ് യൂണിയനുകൾ ആഹ്വാനം ചെയ്ത ദേശീയ പണിമുടക്ക് പൂർണ്ണ വിജയമായിരുന്നു. ട്രേഡ് യൂണിയൻ സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധവും തൊഴിലാളി വിരുദ്ധവുമായ നയങ്ങൾക്കെതിരെ രാജ്യവ്യാപകമായി ആഹ്വാനം ചെയ്ത ദേശീയ പണിമുടക്ക് നേര്യമംഗലത്ത് പൂർണ്ണ വിജയമായി. 3 യൂണിയനുകളുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച സമരത്തിൽ 200-ൽ അധികം ഫാം തൊഴിലാളികൾ ഉൾപ്പെടെ വലിയ പങ്കാളിത്തം രേഖപ്പെടുത്തി. പണിമുടക്കിന്റെ ഭാഗമായി നേര്യമംഗലത്ത് വിപുലമായ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും നടന്നു. ഫാം വർക്കേഴ്സ് യൂണിയൻ AITUC-യുടെ സെക്രട്ടറി സഖാവ് PM ശിവൻ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. INTUC-യുടെ ഫാം വർക്കേഴ്സ് യൂണിയൻ എറണാകുളം ജില്ലാ പ്രസിഡന്റ് MV യാക്കോബ് സ്വാഗതം ആശംസിച്ചു. ഇന്ന് ഇന്ത്യയിലൊട്ടാവും, പ്രത്യേകിച്ച് കേരളത്തിലും എല്ലാ സ്ഥലങ്ങളിലും നമ്മുടെ തൊഴിൽ സാധ്യത മങ്ങിയിരിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ് നമ്മുടെ ഓരോരുത്തരും പണി ഇല്ലായ്മ ചെയ്യുന്നതായ കാലഘട്ടത്തിൽ ഈ സമരത്തിൻ്റെ ഈ ഹർത്താലിൻ്റെ ആവശ്യം വളരെ അത്യന്താപേക്ഷിതമാണ്. യോഗത്തിൽ ഫാം വർക്കേഴ്സ് യൂണിയൻ AITUC പ്രസിഡന്റ് സഖാവ് സിറിൻദാസ്, CITU യൂണിയൻ സെക്രട്ടറി സഖാവ് അഭിലാഷ് രാജ് എന്നിവർ പ്രസംഗിച്ചു. തൊഴിലെന്ന സ്വപ്നം സാധാരണക്കാർക്ക് അപ്രാപ്യമായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്കാണ് ഈ ഇന്ത്യയുടെ ഭരണകൂടം ഈ രാജ്യത്തിൻ്റെ നിയമവ്യവസ്ഥിതി ഭേദഗതി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ ഭേദഗതി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പോൾ കേരളം ഒഴികെയുള്ള ബാക്കി എല്ലാ സംസ്ഥാനങ്ങളിലും ഈ ലേബർ കോഡുകൾ പാസ്സാക്കാനുള്ള നിയമ ഭേദഗതി ഏതാണ്ട് പൂർത്തിയായിരിക്കുക. ഇപ്പോൾ കേരളത്തിലാണ് ആകെപ്പാട് അതിൻ്റെ നിയമ ഭേദഗതിക്ക് വേണ്ടിയിട്ടുള്ള നിയമങ്ങൾ നടപ്പിലാക്കാതിരിക്കുന്നുള്ളൂ. രാജ്യവ്യാപകമായിട്ട് പൊതുപണിമുടക്ക് നടത്തുമ്പോൾ അതിനെല്ലാം വ്യത്യസ്തമായി നേര്യമംഗലത്ത് ഒരു പ്രത്യേക നിയമം എന്ന നിലയിൽ നേര്യമംഗലത്തെ കുറച്ച് മേഖലയിൽ നേര്യമംഗലത്തെ ഫാമിലെ കുറച്ച് തൊഴിലാളികൾ പണിക്കിറങ്ങുകയും അത് വളരെ മോശമായ നിലയിലേക്ക് ഈ പണിമുടക്കിനെ തന്നെ ഇല്ലായ്മ ചെയ്യുന്ന നിലയിലേക്കുള്ള ഒരു പ്രചരണവും രാജ്യത്തിനായി നമ്മുടെ ഇവിടെ വരുന്ന ഒരു സ്ഥിതിയുണ്ട്. നമുക്കറിയാം, ഈ തൊഴിലാളികൾക്ക്, ഈ ഫാമിനകത്ത് പണിയെടുക്കുന്ന മുഴുവൻ തൊഴിലാളികളുടെയും അവരുടെ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി സംയുക്ത ട്രേഡ് യൂണിയൻ്റെ നേതൃത്വത്തിൽ നടത്തിയ ഐതിഹാസികമായ സമരങ്ങളുടെയൊക്കെ ഫലമായിട്ടാണ് ഇന്ന് ഈ ഫാമിലടക്കം ഇത്രയും തൊഴിലാളികൾ ഇവിടെ പണിയെടുക്കുന്നത്. അപ്പോൾ ഇപ്പോഴും ഈ തവണയും നമ്മൾ സംയുക്ത യൂണിയൻ്റെ നേതൃത്വത്തിൽ അങ്ങനെ ഒരു തീരുമാനമെടുക്കുകയും ഈ നേര്യമംഗലത്തെ നിശ്ചലമാക്കിക്കൊണ്ട് ഈ പൊതുപണിമുടക്ക് വിജയിപ്പിക്കണം എന്ന് തീരുമാനിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഫാമിലെ മുഴുവൻ തൊഴിലാളികളും അതിനെ സ്വാഗതം ചെയ്തുകൊണ്ട് ഈ പണിമുടക്കിൽ പങ്കെടുക്കാൻ തീരുമാനിച്ചപ്പോൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ കുറച്ച് കുലംകുത്തികൾ ഈ പണിമുടക്കിനെ ഏതു വിധേനയും പരാജയപ്പെടുത്താൻ ഞങ്ങൾ അവിടെ പണിക്കിറങ്ങുമെന്ന് തീരുമാനിച്ചു. ഇപ്പോൾ നമുക്കത് മനസ്സിലായി, ഈ സംയുക്ത യൂണിയൻ്റെ കഴിവെന്താണെന്നും ഈ തൊഴിലാളികളുടെ ശേഷി എന്താണെന്നും ഏത് കോർപ്പറേറ്റുകളുടെയും ഏതവന്മാരുടെയും വെല്ലുവിളികളെ അതിജീവിച്ചുകൊണ്ടാണ് ഇന്ന് തൊഴിലാളികൾ അവരുടെ അവകാശങ്ങൾ നേടിയെടുത്തിട്ടുള്ളത്. CITU തൊഴിലാളി നേതാക്കളായ സഖാവ് റഫീഖ്, PA റഹീദ്, MD സുഗുണൻ എന്നിവർ പ്രസംഗിച്ചു. INTUC നേതാക്കളായ ഷമീർ ചിറങ്ങര, MS റസാഖ്, CP ഉമ്മർ എന്നിവർ പങ്കെടുത്തു. CITU നേതാക്കളായ സജി ജോസ്, ബിജു P, സഖാവ് മനോജ് K P, CPIM ലോക്കൽ സെക്രട്ടറി മെമ്പർ സഖാവ് യാസർ മുഹമ്മദ്, കവളങ്ങാട് ഗ്രാമപഞ്ചായത്ത് വാർഡ് മെമ്പർമാരായ PM കണ്ണൻ, എബിമോൻ മാത്യു എന്നിവർ യോഗത്തിൽ സാന്നിധ്യം രേഖപ്പെടുത്തി. ദേശീയ പണിമുടക്കിന് പിന്തുണയായി വിവിധ മേഖലകളിൽ നിന്നുള്ള തൊഴിലാളികൾ സഹകരിച്ചതായി സമരസമിതി ഭാരവാഹികൾ അറിയിച്ചു. കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങൾ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് സമരം തുടരുമെന്നും നേതാക്കൾ മുന്നറിയിപ്പ് നൽകി. ജാഗ്രത ന്യൂസ് കേരള.